കുറെ നാൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സാധനമാണ് കേട്ടോ, ദുബായ് ചോക്ലേറ്റ്. ഹലോ, അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ വിന്റർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഒരാഴ്ച 4 രാജ്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് വിയന്നയ്ക്കാണ്. അവിടുന്ന് ട്രെയിൻ വഴി പ്രാഗിലേക്കും പിന്നെ ബുദാപെസ്റ്റിലേക്കും, വീണ്ടും തിരിച്ച് വിയന്നയ്ക്ക്, വിയന്നയിൽ നമ്മൾ സ്ലോവാക്യയിലേക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും AK വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലത്ത് 9:30 വിയന്നയിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. വിയന്നയിൽ നേരെ പ്രാഗിലേക്കും, പ്രാഗിൽ നേരെ ബുദാപെസ്റ്റിലേക്കും, ബുദാപെസ്റ്റിൽ നേരെ വീണ്ടും വിയന്നയിലേക്ക്. ഏകദേശം 3.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ വിയന്നയ്ക്ക്. നമ്മളിതേ വിയന്നയിൽ എത്തിയിട്ടോ. സമയം 5 മണി ആയിട്ടുള്ളെങ്കിലും കുരുട്ടായിട്ടുണ്ട്. നമ്മളിത് നേരെ പോകുന്നത് സെന്റ് സ്റ്റീഫൻ കത്തീഡ്രലിലേക്കാണ്. അവിടെ കത്തീഡ്രലിനോട് ചേർന്നിട്ട് തന്നെ ക്രിസ്മസ് മാർക്കറ്റും ഉണ്ട്. അപ്പോൾ നേരത്തെ 2 ക്രിസ്മസ് മാർക്കറ്റിലും നമ്മൾ ചെയ്ത പോലെ തന്നെ അവിടെ എന്തൊക്കെ വെറൈറ്റീസ് ഉള്ളതെന്നുള്ള നമുക്കൊന്ന് നോക്കി വെക്കാം കേട്ടോ. വിയന്നയിൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് കേട്ടോ കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് നമ്മൾ 48 മണിക്കൂറിന്റെ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. കത്തീഡ്രലിൽ പ്രത്യേക ലൈറ്റിംഗ് ഒക്കെ ഇട്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും ക്രിസ്മസ് മാർക്കറ്റിന് കാണാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ പോലെ തന്നെ അവരെല്ലാവരും നേരത്തെ തന്നെ ക്രിസ്മസ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റെല്ലാ ക്രിസ്മസ് മാർക്കറ്റുകളെയും പോലെ തന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സും ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതിയെ ഇവിടുത്തെ ഫുഡ്സൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇന്ന് വിയന്നയിൽ കാലാവസ്ഥ നല്ല മോശമായിരുന്നു കേട്ടോ. നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു. അത് മാത്രമല്ല ഈ ക്രിസ്മസ് മാർക്കറ്റിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. സ്ട്രോളർ വെച്ച് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഈ സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിനകത്ത് നമുക്ക് കയറാനായിട്ട് പറ്റും കേട്ടോ. ഈ കത്തീഡ്രലിലുള്ള ടവറിൽ കഴിഞ്ഞാൽ വിയന്ന സിറ്റിയുടെ പാനോറമിക് വ്യൂ നമുക്ക് കിട്ടും. ഇപ്പൊ എന്തായാലും രാത്രി ആയതുകൊണ്ട് നമ്മൾ ടവറിന് മുകളിൽ കയറുന്നൊന്നുമില്ല കേട്ടോ. ടവറിന് മുകളിൽ കയറാൻ ടിക്കറ്റ് ഉണ്ട്. ഏകദേശം 30 യൂറോയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിന് അടുത്ത് തന്നെയുള്ള മറ്റൊരു ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയത്. സത്യം പറഞ്ഞാൽ വിയന്നയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റുകളുണ്ട്. ഈ ഒരു വെക്കേഷനിൽ നമ്മൾ മിക്കവാറും ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ പോയിട്ട് ഇന്നത്തെ ഡിന്നർ കഴിക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ഒരു കാഴ്ച കണ്ടത്. ഇത് വിയന്നയിൽ ഒരു മോട്ടോർ ബൈക്ക് ക്ലബ് മെമ്പേഴ്സ് ആണ്. അവർ സാന്താക്ലോസിനെ പോലെ ഡ്രസ് ചെയ്ത് അവരുടെ ബൈക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. തിരക്ക് കാരണം അവരുടെ കൂടെ ഫോട്ടോസ് എടുക്കാൻ നമ്മൾ നിന്നില്ല കേട്ടോ. പിന്നെ ബസ്സിന്റെ ടൈമും കൂടെ ആയിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് മാർക്കറ്റിന്റെ അടുത്ത് തന്നെയാണ് ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വിയന്നയിലെ റോഡുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നടക്കാനും സൈക്ലിങ്ങിനൊക്കെ ആയിട്ടുള്ള സെപ്പറേറ്റ് റോഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ഫിൻലാൻഡിൽ അപേക്ഷിച്ച് വിയന്നയിൽ കുറച്ചുകൂടെ ട്രാഫിക് ഉണ്ട് കേട്ടോ. റോഡിലൊക്കെ ഭയങ്കര ബഹളമാണ്. ഒരുപാട് ഹോണടികളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഫിൻലാൻഡിൽ അതൊന്നുമില്ല കേട്ടോ. ഇത് വിയന്നയിലെ 2ാമത്തെ ക്രിസ്മസ് മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ക്രിസ്മസ് മാർക്കറ്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിയൊരു ക്രിസ്മസ് മാർക്കറ്റാണിത്. ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ കാണുന്ന ജയന്റ് വീലിൽ നമുക്ക് കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മുന്നിലുള്ള ക്യൂ കണ്ടിട്ട് നമ്മൾ ആ മോഹം അവിടെ വെച്ച് ഉപേക്ഷിച്ചു. വിയന്നയുടെ സിറ്റി ഹാളിന് നേരെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഈ ക്രിസ്മസ് മാർക്കറ്റ് വരുന്നത്. ഇവിടുത്തെ ലൈറ്റിംഗ് എല്ലാം അടിപൊളിയാണ്. പകൽ സമയങ്ങളിൽ മറ്റ് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം രാത്രി ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ക്രിസ്മസ് മാർക്കറ്റിലെ ലൈറ്റും ആ വൈബൊക്കെ അപ്പോഴേ കിട്ടൂ. ഈ ക്രിസ്മസ് മാർക്കറ്റിൽ കുട്ടികൾക്കായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അവർക്കായിട്ടുള്ള ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ കിച്ചുവിന് ഒരു വേഫിൾസ് മേടിച്ചു കേട്ടോ. അതിനുള്ള ടോപ്പിങ്സ് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള ഫുഡ് മാത്രമല്ല കേട്ടോ, അവരെ എൻ്റർടൈൻ ചെയ്യിക്കാനും അവരുടെ ബോറടി മാറ്റാനായിട്ടുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ടായിരുന്നു. ചെറിയ ചില റൈഡുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ കഴിച്ചതൊരു ഓസ്ട്രിയൻ ഹോട്ട് ഡോഗ് ആയിരുന്നു. അത് അത്യാവശ്യം നല്ല വലുതായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. വേറൊന്നും കൊണ്ടല്ല, വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആയപ്പോഴേക്കും ചെറിയ രീതിയിലൊക്കെ സിക്കായിട്ടുണ്ടായിരുന്നു. ഇന്നായിരുന്നു നമ്മൾ ശരിക്കും സ്ലോവാക്യയുടെ ക്യാപിറ്റലായിട്ടുള്ള ബ്രാറ്റിസ്ലാവയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനിയും യാത്ര ചെയ്യുമ്പോൾ ശരിക്കും ടയേർഡാവും. അപ്പം അതുകൊണ്ട് തന്നെ ആ പ്ലാൻ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. ഇന്ന് വിയന്ന സിറ്റിക്കകത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മളിപ്പോൾ പോകുന്നത് വേറെ എങ്ങോട്ടല്ല കേട്ടോ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്.
ഫിൻലൻഡിൽ അങ്ങനെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് അങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റ് പോയിട്ട് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീനയിൽ എത്തിയപ്പോഴാണ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടത്. പ്രോപ്സി എന്നായിരുന്നു റെസ്റ്റോറൻറ്റിന്റെ പേര്. നമ്മളവിടെ എത്തി അവരോട് സംസാരിച്ചപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. അവർ മലയാളീസ് ആണ്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് നമ്മുടെ വിയന്നയിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നമ്മുടെ വെക്കേഷന്റെ ലാസ്റ്റ് ഡേ കൂടിയാണ്. ഇതുവരെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു മടുത്തു. അപ്പൊ നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. ഞാനൊരു മസാല ദോശയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റാർട്ടറായിട്ട് ഉഴുന്നുവടയും കൂടെ ഉണ്ടായിരുന്നു. ഏട്ടനൊരു അപ്പവും ഫിഷ് മോളിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറെ നാളിന് ശേഷം കഴിക്കുന്നതുകൊണ്ടാന്ന് അറിഞ്ഞൂടാ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മസാല ദോശയൊക്കെ. ഇരുത്താനാണ് കേട്ടോ അവന് ഫോൺ കൊടുത്തത്. അല്ലെങ്കിൽ അവനവിടെ ബഹളം വെച്ച് ഓടി നടക്കായിരുന്നു. അവരെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു. അവനും ദോശ നന്നായിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫിഷ് മോളിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടെ ഇത് മാത്രമല്ല, കപ്പയും മീൻകറിയും കപ്പ ബിരിയാണിയും ബീഫും പൊറോട്ടയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് നിന്നില്ല. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വിയനയിലെ അടുത്ത കാഴ്ചകളിലേക്ക് പോവാണ്. അത് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ നേരെ അക്വേറിയം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മള് ഡെൻമാർക്ക് പോയിട്ട് നാഷണൽ അക്വേറിയം കണ്ടതാണ്. പക്ഷെ അന്ന് കിച്ചു ചെറുതായിരുന്നു, അപ്പൊ അവന് ഓർമ്മയില്ല. അപ്പൊ അവന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ നമ്മൾ അക്വേറിയം കാണാൻ വേണ്ടി പോണത്. നമ്മൾ ട്രെയിനിലായിരുന്നു കേട്ടോ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും ട്രാം ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ നല്ല മോശമായിരുന്നു കേട്ടോ. നല്ല മഴയും ക്ലൗഡിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ എടുത്തത്. കിച്ചു പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, അധികം തിരക്കൊന്നും ട്രെയിനിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു സിറ്റിയാണ് വിയന്ന. പക്ഷെ മഴ നമ്മളെ ചതിച്ചു. മഴയില്ലായിരുന്നെങ്കിൽ നടന്നിട്ട് ഈ വിയന്ന സിറ്റി എക്സ്പ്ലോർ ചെയ്യായിരുന്നു. വിയന്നയിലെ ബർഗ് തിയേറ്റർ ആണ് ഈ കാണുന്നത്. ലോകത്തിലെ പ്രശസ്തവും പുരാതനവുമായ നാടകരംഗ പ്രദർശന കേന്ദ്രങ്ങളിലൊന്നാണിത്. അത് മാത്രമല്ല ഓസ്ട്രിയയിലെ നാഷണൽ തിയേറ്റർ കൂടിയാണിത്. സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ തിയേറ്ററിലെ കാഴ്ചകൾ കാണാനായിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മളിത് വിയന്നയിലെ അക്വേറിയത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട്. അഡൾട്ടിന് ഏകദേശം 21 മുതൽ 23 യൂറോ വരെയാണ് ചാർജ് വരുന്നത്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എത്തുന്നത് ഒരു ടണലിനകത്തേക്കാണ് കേട്ടോ. വലിയ ടണലൊന്നല്ല, ഒരു ചെറിയ ടണലാണ്. ധാരാളം ഫിഷൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കിച്ചുവിനെ അവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ ശരിക്കും നന്നായിട്ട് തന്നെ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മുതിർന്നവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കെന്തായാലും ഇവിടെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പക്ഷെ കിച്ചു എന്തായാലും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ കാലിനടിയിലൂടെ ഒക്കെ ഫിഷൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവനത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഡെൻമാർക്കിൽ നമ്മൾ പോയിട്ടുള്ള അക്വേറിയം പോലെ അത്ര വലിയൊരു അക്വേറിയം എന്നല്ല കേട്ടോ. ഇതൊരു ചെറിയ അക്വേറിയമാണ്. അത് മാത്രമല്ല ഒരു 10 നില കെട്ടിടത്തിലാണ് ഈ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്ലോറിലായിട്ടാണ് ഇവര് ഓരോ അക്വേറിയങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഫിഷ് മാത്രമല്ല വേറെയും ധാരാളം ജീവജാലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായിട്ട് ഈ ബിൽഡിങ്ങിന് പ്രാധാന്യമുണ്ട് കേട്ടോ. കിച്ചു അക്വേറിയത്തിലെ ഓരോ കാഴ്ചകളും ആസ്വദിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. ജെല്ലി ഫിഷിനെ പറ്റിയും സ്റ്റാർ ഫിഷിനെ പറ്റിയും ടോട്ടോയ്സിനെ പറ്റിയൊക്കെ അവന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ അതിനെക്കുറിച്ച് അറിയാനൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വെക്കേഷനിൽ അവൻ ഇവിടെ വന്നിട്ടാണ് ശരിക്കും എൻജോയ് ചെയ്തത്. ക്രിസ്മസ് മാർക്കറ്റുകളൊന്നും ആൾക്ക് വലിയ താല്പര്യമുള്ളൊരു മേഖലയല്ല കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, ഇവരിതിനകത്ത് ചെറിയൊരു ഫോറസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ വാട്ടർഫോളൊക്കെ ഇട്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് ചെറിയ മങ്കീസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ അത് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയൊക്കെയാണ് ആ മരത്തിലൂടെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിനെ തൊടാനോ അവർക്ക് ഫുഡ് കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ. അതിനവിടെ ഒരു ഗൈഡ് നിൽക്കുന്നുണ്ടായിരുന്നു. മുകളിലും ഇതേപോലെ തന്നെ വലിയൊരു അക്വേറിയം ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയും ധാരാളം ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ. ഇനി ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ ടെറസിൽ കയറിക്കഴിഞ്ഞാൽ വിയന്ന സിറ്റിയുടെ ഒരു 360 വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. എന്റെ പുറകിൽ കാണുന്നതാണ് കേട്ടോ വിയന്ന സിറ്റി. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വിയന്ന സിറ്റിയുടെ ഒരു 360 വ്യൂ കിട്ടും.
സ്റ്റെപ്പ് കയറിയായിരുന്നു നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ ടെറസിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണമുണ്ട് കേട്ടോ. ക്ഷീണം മാറ്റാനായിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബിൽഡിങ്ങിൽ തന്നെ ചെറിയ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ക്ലൈമറ്റിൽ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ സൺലൈറ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഈ സൺലൈറ്റ് ഇപ്പം തന്നെ പോവും. കാരണം സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. സൺസെറ്റിന്റെ സമയമായിട്ടുണ്ട്. അങ്ങനെ അക്വേറിയത്തിൽ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ പാർലമെന്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ല തണുപ്പുണ്ട്. രാവിലെ സ്നോ ഒക്കെ വീണിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് സൺലൈറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കപ്പോൾ പാർലമെന്റും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഹോഫ്ബർഗ് പാലസിന്റെയും പാലസ് ഓഫ് ജസ്റ്റിസിന്റെയും അടുത്താണ് കേട്ടോ ഓസ്ട്രിയൻ പാർലമെന്റ് ഉള്ളത്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് പാർലമെന്റിന്റെ മുമ്പിലാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. നമ്മൾ പാർലമെന്റിന് മുന്നിൽ എത്തിയപ്പോൾ അവിടെ ചെറിയ രീതിയിലൊരു പ്രക്ഷോഭം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പോലീസ് പാർലമെന്റിന് ചുറ്റും ഉണ്ടായിരുന്നു. ജർമ്മൻ ഭാഷയിലായിരുന്നു കേട്ടോ അവരുടെ നോട്ടീസൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ലേഡി നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്തത്. ഓസ്ട്രിയ നാറ്റോയുടെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ബഡ്ജറ്റിൽ കുറച്ച് ഫണ്ട് യുദ്ധത്തിനായിട്ടാണ് മാറ്റിവെക്കുന്നത്. അതായത് യുക്രൈനെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് വെപ്പണൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പേര് ഇതിന് എഗെയിൻസ്റ്റ് ആണ്. അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, യുദ്ധത്തിനായി മാറ്റിവെക്കുന്ന ഫണ്ട് ഓസ്ട്രിയയുടെ ഡെവലപ്മെന്റിനായിട്ട് യൂസ് ചെയ്യുക. ഇതിന്റെ പേര് പറഞ്ഞിട്ടാണ് അവിടെ പ്രക്ഷോഭം നടക്കുന്നത്. നമ്മളിന്ന് ഹോട്ടലിൽ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിലെ രാത്രി കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ 48 മണിക്കൂറിന്റെ ടിക്കറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രാമിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ ഈ ടിക്കറ്റ് വാലിഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയത്. ഇനി നമ്മൾ ട്രാം എടുത്തിട്ട് നേരെ മാർക്കറ്റ് സ്ക്വയറിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇനി ട്രാം വരാനായിട്ട് 7 മിനിറ്റ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ വിയന്ന സെൻട്രൽ സ്റ്റേഷനിലാണ് കേട്ടോ ഉള്ളത്. രാവിലത്തെ പോലെയല്ല, രാത്രി ആയപ്പോഴേക്കും ട്രാമിലാണെങ്കിലും ബസ്സിലാണെങ്കിലും റോഡിലാണെങ്കിലും നിറയെ ആളുകളായിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രാമില് പോകുന്ന വഴിക്കായിരുന്നു ഈ ഒരു സ്മാരകം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ അതിനടുത്തുള്ള സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിട്ടോ. 2ാം ലോക മഹായുദ്ധ സമയത്ത് കൊല ചെയ്യപ്പെട്ട സോവിയറ്റ് പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മോണുമെന്റ് ആണ് കേട്ടോ ഇത്. 1945 വിയന്ന നാസി പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നത്. അതിനവരെ ഹെൽപ്പ് ചെയ്തത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ടാണ് ഇവർ ഇന്നും ഈ സ്മാരകം ഇതേപോലെ സൂക്ഷിക്കുന്നത് കേട്ടോ. ഈ സ്മാരകത്തില് റഷ്യൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു ശിലാഫലകുണ്ട്. അതില് അന്നത്തെ വിയന്ന ആക്രമണത്തില് വീരമൃത്യു വരിച്ച സൈനികരുടെ ധൈര്യവും അവരുടെ രാജ്യസ്നേഹമാണ് കേട്ടോ അനുസ്മരിക്കുന്നത്. ഒരു വലിയ മാർബിൾ സ്തൂപത്തിനു മുകളിൽ 12 അടി ഉയരമുള്ള റഷ്യൻ പട്ടാളക്കാരൻ ഗണ്ണും റഷ്യന്റെ ഗോൾഡൻ എംബ്ലം പിടിച്ചു നിൽക്കുന്ന രീതിയിലാണ് ഈ മോണുമെന്റ് ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട മോണുമെന്റിന്റെ അടുത്ത് തന്നെ പ്രശസ്തമായിട്ടുള്ള സെന്റ് ചാൾസ് ചർച്ച് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ചർച്ചും അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റും ഒന്ന് കണ്ടിട്ട് വരാട്ടോ. രാത്രിയൊക്കെ ഇവിടെ ഭയങ്കര തണുപ്പ്. ആ കൈയൊക്കെ ഫ്രീസ് ആവാനായിട്ട് തുടങ്ങി. ക്യാമറ പിടിക്കുക കാരണം ഗ്ലൗസ് ഇടാൻ പറ്റിയിട്ടില്ല. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സ്ട്രോളർ എടുത്തില്ല കേട്ടോ. അപ്പൊ കിച്ചു ഉറങ്ങാൻ കാരണം ഏട്ടനതേ കിച്ചുവിനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പള്ളിക്ക് അകത്തേക്ക് കയറാത്തത്. വിയന്നയിലെ വൺ ഓഫ് ദി ഐക്കണിക് പ്ലേസ് ആയിട്ടുള്ള സെന്റ് ചാൾസ് ചർച്ചിന് മുന്നിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ചർച്ചിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ ടിക്കറ്റ് എടുക്കണ്ട. അപ്പോൾ കിച്ചു ഉറങ്ങിയ കാരണം നമ്മൾ അതിനകത്തേക്ക് കയറുന്നില്ല. അത് മാത്രമല്ല സമ്മർ ടൈമിൽ ഈ ചർച്ചിന് മുന്നിലുള്ള വലിയ മൈതാനത്താണ് കലാ സാംസ്കാരിക പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത്. വിന്റർ ആയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ക്രിസ്മസ് മാർക്കറ്റ് ആയിരിക്കും. നമ്മൾ വിയന്നയിൽ എത്തിക്കഴിഞ്ഞാൽ ക്രിസ്മസ് മാർക്കറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10ഓളം ക്രിസ്മസ് മാർക്കറ്റ് ഗൂഗിൾ തന്നെ നമുക്ക് പറഞ്ഞുതരും. അതിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റാണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ എത്തിയിട്ട് തന്നെ 3ാമത്തെ ക്രിസ്മസ് മാർക്കറ്റാണ് ഈ കാണുന്നത്. വിയന്നയില് നമ്മൾ നേരത്തെ കണ്ട മറ്റ് ക്രിസ്മസ് മാർക്കറ്റുകളെ പോലെ അല്ല കേട്ടോ. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് നല്ല രീതിയിൽ തന്നെ ആ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മറ്റ് മാർക്കറ്റിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ കുറച്ച് തിരക്ക് കുറവും കൂടെ ആയിരുന്നു കേട്ടോ. വീടിന്റെ അകത്ത് കയറാൻ നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട 2 ക്രിസ്മസ് മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഇവിടെ ട്രഡീഷണൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ജ്വല്ലറീസും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ. അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ്മസ് പപ്പേനെയും ഒരു മാലാഖേനെയും കണ്ടത്. അവരെല്ലാവരും വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു, ചെറിയ കുട്ടികളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, അവർക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കിച്ചുവിൻ്റെ ക്രിസ്മസ് പപ്പേനെ പേടിയായതുകൊണ്ട് ഞങ്ങളെ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല.
അവിടുന്ന് തന്നെ ചെറിയൊരു സ്നാക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. Vanilla. Okay, can I have one? Yes. So, anything else for you? 5 euros, Yeah. please. Oh, okay, by card. Sorry, I don't take a card. വിയന്നയിലെ ക്രിസ്മസ് മാർക്കറ്റിലെ ചില ഷോപ്പുകളിൽ കാർഡ് എടുക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് കാശ് കയ്യിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ പോയിട്ടുള്ള എല്ലാ ക്രിസ്മസ് മാർക്കറ്റിലും കണ്ടിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു അത്. വേറെ ഒന്നല്ല കേട്ടോ, ബദാമിൽ ഷുഗറും സിനമൺ പൗഡറും കൂടി മിക്സ് ചെയ്തതാണ്. നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. സെന്റ് ചാൾസ് ചർച്ചിന് മുന്നിലെ ക്രിസ്മസ് മാർക്കറ്റിൽ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റു ക്രിസ്മസ് മാർക്കറ്റിൽ അത് കുറവായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു റൈഡിൽ നമ്മളും കയറിയിട്ടുണ്ടായിരുന്നു. ഒരു റൈഡിന് 3 യൂറോ ആണ് കേട്ടോ ചാർജ് വരുന്നത്. കിച്ചുൻ ഭയങ്കരമായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ റൈഡ് അവസാനിച്ചപ്പോഴും കിച്ചുവിൻ്റെ അതിൽ നിന്ന് ഇറങ്ങണമെന്ന് ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികളൊക്കെ പുറകിൽ ക്യൂ നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ വേഗം തന്നെ അവനെടുത്ത് നമ്മൾ അവിടുന്ന് പോന്നു. ഇവിടെ നിന്ന് നമ്മൾ പോകാൻ പോകുന്നത് വിയന്നയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് സ്ട്രീറ്റിലേക്കാണ്. ശരിക്കും ആ ഒരു സ്ട്രീറ്റ് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. വലിയ ക്രിസ്മസ് ലൈറ്റുകളൊക്കെ ആയിട്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യായിരുന്നു അവിടെ. വിയന്നയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്ക്വയറിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ലോകത്തിലെ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും. ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ ഒന്നും തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ ഈ ഒരു കാഴ്ച എൻ്റെ കണ്ണിപ്പെട്ടത്. ദുബായ് ചോക്ലേറ്റ്. ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ നമ്മളൊരു ബാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ദുബായ് ചോക്ലേറ്റിന് 2 തരത്തിലുണ്ടായിരുന്നു. മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മേടിച്ചത് ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സാധനമാണ് കേട്ടോ ദുബായ് ചോക്ലേറ്റ്. ഇതിലെവിടെ ഗ്രീൻ കളർ കാണാനില്ല? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്തുണ്ട്. ഇതാണോ അതിന് ഫേമസ് ആക്കുന്നത് ഈ ഗ്രീൻ കളർ? പിസ്കാണ് ഇതിനകത്ത്. കഴിച്ചോക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കാർബൺ സ്ട്രീറ്റിന്റെ ഒരറ്റത്തായിട്ട് ഒരു സ്മാരകമുണ്ട്. പ്ലേഗ് കോളം അഥവാ ട്രിനിറ്റി കോളം എന്നാണ് അത് അറിയപ്പെടുന്നത്. 1679 പ്ലേഗ് മഹാമാരി വിയന്നയിൽ വ്യാപിക്കുകയുണ്ടായി. അതിനുശേഷം സ്ഥാപിതമായിട്ടുള്ള ഒരു ബറോക്ക് സ്മാരകമാണിത്. ഇന്നത്തെ വിയന്നയിലെ ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. വൈകിട്ടായപ്പോഴേക്കും വീണ്ടും മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് മാർക്കറ്റുകളിൽ അധികം തിരക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചില കടകളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ അടുത്തുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയി കേട്ടോ. അപ്പൊ നമ്മള് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിനി തിരിച്ച് റൂമിലേക്ക് പോവാണ്. നാളെ രാവിലെ നമുക്ക് 6:15 കേട്ടോ വിയന്നയിൽ നിന്ന് ഫിൻലാൻഡിലേക്കുള്ള ഹെൽസിങ്കിയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പൊ നാളെ കാലത്ത് തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. ഇതാണ് കേട്ടോ വിയന്ന എയർപോർട്ട്. അത്ര വലിയൊരു എയർപോർട്ടൊന്നും അല്ല അത്. നമ്മൾ എയർപോർട്ടിനകത്തുനിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഏട്ടൻ കഴിച്ചത്. ഞാനൊരു ക്രോസന്റ് മാത്രമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വെക്കേഷൻ ഇതേ ഇന്നത്തോടു കൂടി തീർന്നു കേട്ടോ. ഇന്ന് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. നമ്മളിതേ ഇപ്പോൾ വിയന്ന എയർപോർട്ടിലാണുള്ളത്. സമയം രാവിലെ 5 മണിയാണ് കേട്ടോ. നമുക്ക് 6:15 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ ബൈ, സീ യു. Bye bye.